ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു അടിപൊളി ലൊക്കേഷൻ എന്ന് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ഞാൻ എൻ്റെ യൂട്യൂബിൽ കുറേ ആയി യാത്രാ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് യാത്രാ വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ കോഴിക്കോടുള്ള ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടാണ്. ഞാൻ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ബേക്കിൽ കാണുന്നത് ഫുള്ള് മരമാണ്. ഈ മരത്തിന്റെ അടിഭാഗത്ത് നമ്മുടെ വിത്തള്, അതായത് കല്ലുമ്മക്കായയുടെ തോടാണ് ഈ മരത്തിന്റെ അടിയിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഈ ഒരു ഏരിയക്ക് ഒരു പ്രത്യേക വൈബാണ്. നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഫോട്ടോ എടുക്കാനും കപ്പിൾ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടാണ്. നമ്മുടെ കോഴിക്കോട് നിന്നും കുറച്ച് വിട്ട് മാറിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളി ആംബിയൻസ് ആണ്. വെറുതെ ഒക്കെ നിങ്ങൾ ഇതുവഴി പോവാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കണ്ടിട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബിൽ ട്രാവൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാടായി. കാരണം പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ട്രാവൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഫുള്ള് ഫുഡിന്റെ പുറകെ പോയത്. കാരണം പറഞ്ഞാൽ ഫുഡിനോട് കുറച്ച് ക്രൈസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഫുഡിന്റെ പുറകെ എങ്ങനെ പോണത്. എന്ന് വെച്ചിട്ട് ഫുഡ് നിർത്തൂലട്ടോ. ഞാനിപ്പോ എവിടെയെങ്കിലും യാത്ര ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫുഡിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഇത് നോക്കി നിങ്ങള്, ഫുള്ള് നമ്മുടെ കല്ലുമ്മക്കായുടെ തോടാണ് ഇവിടെ. ഇവിടുന്നൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോ നല്ല രസമാണ്. ഇപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് എലത്തൂര് ചെട്ടികുളത്തുള്ള ബസാറിലുള്ള ബീച്ചാട്ടോ. ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതാ വൈകുന്നേരമായി കഴിഞ്ഞു ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഒരുപാട് ആളുകൾ ചൂണ്ടിടുന്നത്. ഇപ്പം കടലിപ്പം വെളിഞ്ഞിരിക്കുകയാണ്. മഴ ഏകദേശം മേലോട്ട് പോയി. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയക്കുള്ള വ്യൂ നോക്കിയാൽ ഒരു പ്രത്യേക രസമില്ല. ഈ ഒരു ഏരിയ മാത്രം കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെയിലുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എടുത്തു പോകാൻ പറ്റും. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ എന്റെ ബാക്ക് സൈഡിലൊക്കെ മൊത്തം കാണുന്നത് കല്ലുമ്മക്കായുടെ കല്ലാണ്. ഇവിടെ നിറച്ചും കല്ലുമ്മക്കായ ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ട്. ആ സീസണിന് വന്നാൽ ഇവിടുന്ന് കല്ലുമ്മക്കായ പറിക്കാം. പിന്നെ അത് മാത്രല്ല, സാലിയെ ഇവിടെ ചൂണ്ടിടാൻ പറ്റൂലേ? ചൂണ്ടിടാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഇപ്പൊ ലൈവായിട്ട് ചൂണ്ടിടുന്ന ആൾക്കാരുണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആ ചേട്ടൻ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് നല്ല നല്ല മീൻ കിട്ടില്ല സാലിയ. ഞണ്ടുകൾ ഉണ്ടാവും കേട്ടോ. ഞണ്ട് മാത്രല്ല ചെറിയ ചെറിയ മീനുകളും ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഇതെന്താ, മുരുവാണോ? മുരുല്ലേ? മുരു എന്നല്ലേ ഇനി പറയാ? മുരുവിന്റെ താടാ കാലൊക്കെ മുറിയും. ഇവിടെ വരുന്നവർ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം എന്താ പറയാ, വെള്ളം വെയിലോ എന്താ പറയാ, ഇങ്ങനെ വെള്ളം വെയിലിഞ്ഞു വന്നതിന് എന്താടാ പറയാ? വേലിയിറക്കാണ്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല. വെള്ളം കയറ്റുള്ള സമയത്ത് ഇവിടെ വന്നായി കല്ലൊന്നും നിങ്ങൾക്ക് കാണൂല. അപ്പൊ അത് അതിൽ തന്നെ ഇപ്പൊ ചെറിയ മീൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇതാ ആ പോണുണ്ടോ നിങ്ങള്? കണ്ടോ മീൻ പോണുണ്ടോ? ഇപ്പൊ വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. അതാ പോണ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുള്ള മീനാണ്. ഇത് തിര ഇങ്ങോട്ട് അടിക്കുമ്പോഴാണ് ഈ മീനുകളൊക്കെ ഇങ്ങോട്ട് കയറുന്നത് അല്ലേ? ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്, വെഡിങ് ഷൂട്ട് ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. അതെ, നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലീസിലോ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വെഡിങ് ഷൂട്ട് പരമായിട്ടുണ്ടെങ്കിൽ, ഇനി ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഇതൊരു ഫ്രീ പ്രൊമോഷൻ ആട്ടോ. അത് പെയ്ഡൊന്നല്ല, ഫ്രീ പ്രൊമോഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവര് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് ചോളി. കാരണം നല്ല അടിപൊളി പ്ലേസ് ആണ്. കുറച്ച് വെയിലുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്ത് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഒരുപാട് യാത്രാപരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോനെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.